നിൽക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഹിൽസിന്റെ സൂപ്പർ ഡ്യൂപ്പർ റോക്കി റോയ്. മറുവശത്തായി നിൽക്കുന്നത് വീരശൂര പരാക്രമിയായ ചാമ്പ്യന്റെ ചാമ്പ്യൻ പായ് പായ്. അവർ വ്യായാമം ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ബോക്സിംഗ് ആരംഭിക്കുന്നതാണ്. റോക്കി റെഡിയാണ്, പൈക്ക് റെഡിയാണ്. ഇതുപോലെ ഇടിക്കണം റോക്കി. ഗോപു, നമ്മളിവിടെ ബോക്സിംഗ് കാണാനാ വന്നിരിക്കുന്നത്. പക്ഷേ അവന്മാര് പഞ്ചസ് വാങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ നിനക്ക് കുറെ പഞ്ചസ് തരുന്നുണ്ടടാ. പൈക്കിന്റെ ഒരു ഒറ്റ ഇടി മൂലം ഇതാ 3 പേര് നിലംപരിശായിരിക്കുകയാണ്. റോക്കി, റഫറി, പിന്നെ ഈ മാച്ച്. പൈക്കാണ് ഇന്ന് നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ. നിനക്കറിയോ, റോക്കി അവന്റെ റൈറ്റ് സൈഡിൽ നിന്നും പൈക്കിന്റെ വീക്ക് സൈഡിലേക്ക് പഞ്ച് ചെയ്യണമായിരുന്നു. എടാ കൊച്ചനെ, ബോക്സിംഗ് കുട്ടികളിയൊന്നല്ല. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. ഹോട്ടലിലെ ആഹാരം ടേസ്റ്റിയാണ്. അതുപോലെ ബോക്സർ റോക്കി ലെഫ്റ്റിയാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നും വളരെ സ്ട്രോങ് ആയ ഒരു പഞ്ച് കൊടുക്കേണ്ടതായിരുന്നു. എടാ ബോക്സിംഗിന്റെ മുത്തശ്ശ, നീ എനിക്ക് ബോക്സിംഗിനെ കുറിച്ച് ഒരു കാര്യം പഠിപ്പിക്കണ്ട കേട്ടോ. ഒറ്റ പഞ്ച് വെച്ച് അങ്ങ് തന്നാലുണ്ടല്ലോ. പിന്നെ നീ എടാ, നിന്റെ പഞ്ച് എനിക്ക് പറക്കുന്ന പഞ്ഞ് പോലെയാ. ബോക്സിങ്ങിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. ശരിക്കും കലക്കി കളഞ്ഞു ലക്ഷ്മൺ. എന്തൊരു പഞ്ചായത്ത് ഇപ്പൊ പറഞ്ഞത്. അടിപൊളി അടിപൊളി സൂപ്പർ നോക്കൗട്ട് ആയിരുന്നു അത്. ഇൻസൾട്ട് ചെയ്യാ, അവന്മാര് നമ്മളെ ഇൻസൾട്ട് ചെയ്യാ ഗോപു. മരമാക്രികളെ, എന്റെ ലക്ഷ്മണന് ബോക്സിങ്ങിനെ കുറിച്ച് എല്ലാ നോളജും ഉണ്ട്. അവൻ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കും. എന്താ മനസ്സിലായോ? ശ്രുതിലയമില്ലാതെ പാടരുത്. നീ ചപ്പാത്തിൽ ഒട്ടി നിൽക്കുന്ന മുടിയെ പോലെയാണ്. നിന്റെ ലക്ഷ്മണന് ബോക്സിംഗിന്റെ നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്മണന് പൈസന്റെ പോലെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്റെ ലക്ഷ്മൺ പൈക്സനെ തോൽപ്പിച്ചിട്ട് അവന്റെ ലൈസൻസ് പോലും കട്ട് ചെയ്യും. എന്റെ ലക്ഷ്മണനുണ്ടല്ലോ, പൈക്കിന്റെ ഗല്ലുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കൂടാ. എല്ലാം പൊടി പിടിക്കും, എടുത്തിട്ട് ചവിട്ടിക്കളയും. എന്നിട്ട് അവനെ ചന്ദ്രനിലേക്ക് അയച്ചു കളയും. അങ്ങനെയാണല്ലേ? അപ്പൊ ഈ ലക്ഷ്മണൻ ആരാണ്? ഓ, 2 ലക്ഷ്മണന്മാരുണ്ടോ? സംസാരങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്റെ ഒപ്പം വരൂ. നിങ്ങൾ 2 പേർക്കും ഇടയിൽ ആരാണോ ജയിക്കുന്നത് അയാൾ എന്റെ ഒപ്പം കളിക്കും. ലക്ഷ്മൺ ഫൈറ്റ് ചെയ്യോടാ. നാളെ രാവിലെ ഇതേ ബോക്സിംഗ് റിംഗിൽ ലക്ഷ്മണുകൾ തമ്മിൽ നേരിടും. പുതിയൊരു റഫറിയുടെ ആവശ്യം വരും. കാരണം പഴയ റഫറി ദാ പോകുന്നത് കണ്ടില്ലേ? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ പോവാ. ഗോപു, നീ എന്തിനാ അതിനെ സമ്മതിച്ചത്? ലക്ഷ്മണനെ എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, ആ ലക്ഷ്മണനൊന്നും വലിയ കാര്യല്ലെന്നേ. ഒരു പ്രാവശ്യം ഞാൻ എന്റെ സ്പെഷ്യൽ ട്രെയിനിങ് നിനക്ക് തന്നാലുണ്ടല്ലോ, പിന്നെ ആര് വന്നാലും നീ ഒരു ഒറ്റ ഇടി കൊടുത്താ അവര് പറന്ന് പോവടാ. ഒരുപക്ഷെ ഞാനിതിൽ തോറ്റായാലോ? പിന്നെ എല്ലാരും എന്നെ കൂവി വിളിച്ച് കളിയാക്കും. അതുകൊണ്ട് എനിക്ക് ട്രെയിനിങ്ങും മൈനിങ്ങും ഒന്നും വേണ്ട മാധവ. മിണ്ടി പോരുത്. നമ്മൾ ആ മരമടൻ മണ്ണുണ്ണിയെ പോലെ ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചേർത്താണ് ചെയ്യാൻ പോകുന്നത്. ആ ചെക്കന്റെ കോൺഫിഡൻസ് നമുക്ക് ടോട്ടലി അങ്ങ് കുറച്ചേക്കാം. പിന്നെ അവൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ലടാ, നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും പേടിച്ചു കളയും. ഇപ്പൊ നീ ചെയ്യടാ. അവന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു റെഫറിയാണ്. വളരെ ജെന്റിലും വളരെ ക്ലിയറും ആയിരിക്കണം. മരമണ്ടനും ആയിരിക്കണം. അതിന് പറ്റിയ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് എന്റെ കയ്യിലുണ്ടെന്നേ. ആക്ടിംഗിൽ താങ്കൾ ഒരു ജീനിയസ് ആണ്. അടിപൊളി അടിപൊളി, എന്തൊരു സ്റ്റൈലാണ്. ഏതായാലും നിങ്ങൾ കളിക്ക് വസൂലി ബായ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ആക്ടിംഗ് ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങളെ പോലെ ഒരു ഹാൻസം ആയ മണ്ടനല്ല. ഇങ്ങനത്തെ ഒരാള് ഞങ്ങൾക്ക് എവിടെ കിട്ടും? എന്താണ് സംഭവം? അതൊരു ബോക്സിംഗ് ഫിലിമാണ്. അതിൽ നിങ്ങളൊരു റെഫറിയുടെ റോളാണ് ചെയ്യാൻ പോകുന്നത്. റഫറിയോ? വേണ്ട വേണ്ട, ഞാനൊരു ഹീറോ മെറ്റീരിയൽ അല്ലേ.
ഈ ലോലിപോപ്പ് എന്തിനാണ് പറയുന്നത്? അല്ല, അവൻ പറഞ്ഞു വരുന്നത് ബോക്സിംഗ് ഫ്രെയിമിൽ റെഫറിക്കാണ് മെയിൻ റോള്. പിന്നെ ബോക്സിംഗ് ചാമ്പ്യൻ പൈക്ക് പൈസന്റെ സ്പെഷ്യൽ അപ്പിയറൻസും ഉണ്ട്. ഓ അങ്ങേരുണ്ടോ? എന്നാ പിന്നെ ഞാൻ റഫറി ആയിട്ട് വരാം. കാരണം എന്റെ ഒരു പെർഫോമൻസ് കണ്ട് പുള്ളിക്കാരൻ കരഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ആദ്യം നമ്മൾ ലക്ഷ്മണന്റെ കോൺഫിഡൻസ് അങ്ങ് തകർത്തു. ഇപ്പൊ നമ്മൾ റെഫറി അവന്റെ ഒപ്പം ചേർത്തിരിക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും ഇയാൾ അങ്ങ് ചെയ്യും. ഇനി നീ തന്നെയാണ് ബോക്സിംഗിൽ ജയിക്കാൻ പോകുന്നത്. അതായത് നിന്നെ ഒറ്റൊരുത്തിന് തടയാൻ പോകുന്ന ലക്ഷ്മൺ. അത് ശരി. അപ്പൊ ആ ചെയ്തതൊക്കെ ഇവന്മാര് പറ്റിച്ച പണിയായിരുന്നു അല്ലേ? എടാ ഗോപു, ഇതൊക്കെ ചീറ്റിംഗ് അല്ലേ? നമ്മൾ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണ്ട, നമുക്ക് അവന്മാരെ അവന്മാരുടെ സ്റ്റൈലിൽ തന്നെ തോൽപ്പിക്കാം. ടിക് ഫോർ ടാക്. മാധവും ലക്ഷ്മണും ലക്കിയും എല്ലാരും ഉണ്ടല്ലോ. അതെ, പിന്നെ സെറ്റൊക്കെ കൊള്ളാം. പക്ഷെ ക്യാമറ എവിടെയും കാണുന്നില്ലല്ലോ. മാത്രമല്ല ഡയറക്ടർ എവിടെ? അത് ഡയറക്ടർ ഒരിടത്ത് പതുങ്ങിയിരിക്കുകയാണ്. ക്യാമറയും പതുക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലേ ആക്ടറിന്റെ നാച്ചുറൽ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അടിപൊളിയായിരിക്കും, റിയലിസ്റ്റിക് ആയിരിക്കും. അതായത് ഭാസ്കർ അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആയിരിക്കും. ഡയറക്ടർ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ എന്റെ ലൈൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്റെ ഡയലോഗ്സ് എന്താണെന്ന് പറഞ്ഞില്ല. ബസൂലി ഭായ്, ഈ സീനില് ലക്ഷ്മണനും തമ്മിൽ ബോക്സിംഗ് ഡിഷും മാച്ച് നടക്കാൻ പോവാണ്. പക്ഷെ എന്തില് ഞങ്ങളുടെ ലക്ഷ്മണനായിരിക്കും ജയിക്കാൻ പോകുന്നത്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, അവസാനം മറക്കരുതേ. ലക്ഷ്മൺ, നീ ഇപ്പൊ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുകയാണെങ്കിൽ ജയിക്കാൻ കഴിയും. ഇത് കുടിച്ചു കഴിഞ്ഞാലേ നിനക്ക് ഒരുപാട് സൂപ്പർ എനർജി കിട്ടും. ശരി ശരി, മനസ്സിലായി. ഫസ്റ്റ് റൗണ്ട് ഫൈറ്റ് ചെയ്യുന്ന മുമ്പ് ഞാനിത് കുടിച്ചോളാം. എടാ ലക്ഷ്മണ, ഇന്നാ പിടിച്ചോ പ്രോട്ടീൻ ഷേക്ക്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ധൈര്യം വരും, പിന്നെ എനർജിയും കിട്ടും. കണ്ണടച്ചങ്ങ് ഒറ്റ വലിക്ക് കുടിച്ചേക്ക്. അവന് കിട്ടിയത് സൂപ്പർ എനർജി അല്ല, സൂപ്പർ സ്നീസിംഗ് എഫക്റ്റ് ആ കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പ്രോട്ടീൻ ഷേക്കിൽ എനർജി പൗഡർ അല്ല മിക്സ് ചെയ്തത്, സ്നീസിംഗ് ഉണ്ടാക്കുന്ന പൗഡറാ മിക്സ് ചെയ്ത്. നമ്മളുടെ ട്രെയിനിങ് നശിപ്പിച്ചതിന് പകരം വീട്ടത്തിലാണടാ ഇത്. എങ്കിലും ഞങ്ങൾ ജയിക്കണോ? ഞങ്ങളെ ലക്ഷ്മണന്റെ ഒരു തുമ്മല് മതി. ഒരു പ്രാവശ്യം ഇവന് വന്ന് തുമ്മിയാണ്ടല്ലോ, നിന്റെ ലക്ഷ്മണൻ റിങ്ങിന്റെ പുറത്ത് വെച്ച് ചാടുന്നതായിരിക്കും. എടാ, നിന്റെ ലക്ഷ്മണനെ നല്ലോണം കെട്ടിപ്പിടിച്ചു വെച്ചോ, അല്ലെങ്കിൽ കാറ്റടി പോലെ പറന്നു പോകും. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇവരെ തീർച്ചയായിട്ടും ഞാൻ അടിച്ചും ചന്ദ്രനിലേക്ക് അയക്കും. അല്പസമയത്തിനകം നമുക്കറിയാം പൈക്കിന്റെ കൂടെ ആരാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ലക്ഷ്മൺ 1 ആണോ അതോ ലക്ഷ്മൺ 2 ആണോ? ആര് തോറ്റാലും ശരി, ജയിക്കുന്നത് ലക്ഷ്മണൻ തന്നെ ആയിരിക്കും. എല്ലാരും രണ്ടുപേരും വരൂ. അല്ല പക്ഷേ സോറി ഉണ്ട് കേട്ടോ. ഒരു ടേക്കും കൂടി എടുത്തോട്ടെ. വസൂലി ഭായ്, ഇതൊക്കെ ഒറ്റ ടേക്കിൽ ഓക്കെ ചെയ്യുന്ന കാര്യമാണ്. കൊള്ളാം, നല്ല കോമ്പറ്റീഷൻ. ഒരു ബോക്സർ തുമ്മുകയാണ്, വേറെ ഒരുത്തൻ മറഞ്ഞു നിൽക്കുകയാണ്. അയ്യോ, എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലുന്നത്? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് തല്ലേണ്ടത്. Come on, ലക്ഷ്മൺ. ഇടി കൊടുക്ക ചെല്ല്. ആഞ്ഞടിക്കാനോ? അതെ, ആഞ്ഞടിക്ക്. കൊതുക് എത്ര കടിച്ചാലും തിരിച്ചു കടിക്കാൻ വരുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാ. എടാ മരമണ്ട, കൊതുകിന്റെ ലോയർ. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? വേഗം ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാൾ ജയിക്കാൻ നോക്ക്. ഇവന്മാര് ഭയങ്കര ഫൈറ്റിംഗ് ആണല്ലോ. എന്റെ മേക്കപ്പ് എല്ലാം പോയെന്ന് തോന്നുന്നു. എടാ ലക്ഷ്മൺ, ഇത് സ്പെഷ്യൽ ഗ്ലൗസ് ആണ്. ഇത് കൊണ്ട് ഒറ്റയടി വെച്ച് കൊടുത്താലുണ്ടല്ല, അതോടെ അവന്റെ കാറ്റ് പോകും. ഉന്നം നോക്കി അടിക്കണം കേട്ടാ. ഇനി ഒരു ടെൻഷനും ഇല്ല, നമുക്ക് പെട്ടെന്ന് ജയിക്കാം. രണ്ട് ബോക്സർമാർ ഇവിടെ ശരീരം നോക്കാതെ ഇവിടെ മത്സരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗെയിമിന് അത് നല്ലതല്ല, കാണാൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ, പൈക്ക് ഒരു ഒറ്റ ഏറിൽ വീണിരിക്കുകയാണ്. അതുപോലെ ഞാനും. ഞാൻ താഴെ വീണു, പക്ഷെ തോറ്റു കൊടുത്തില്ല. നീ എന്ത് വിചാരിച്ചു? എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്നോ? ഞങ്ങളെ രക്ഷിക്കണേ.
ഞങ്ങളുടെ ലക്ഷ്മണൻ ആരും തൊട്ടുപോകരുത് പറഞ്ഞേക്കാം. പൈക്കിയെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ മതിയാകും. വിടരുത് അവനെ, വേഗം കൊടുക്ക്. ഞാൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയല്ലേ? ഇനി അവന്റെ കാര്യം പോക്ക. ലോളിപോപ്പ് ബോംബ് പൊട്ടിത്തെറിക്കാൻ പോവാണ്. ഓടിക്കാ. ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ റിങ്ങിൽ നിന്നും പൈക്കിനെ തട്ടി തെറിപ്പിച്ചിരിക്കുകയാണ്. അത് നേരെ എന്റെ നേർക്കാണ് വരുന്നത്. ഓ ഇതെന്തൊരു ആക്ടിംഗ് ആണ്, ഭയങ്കര ഇമോഷണൽ ആയി പോയല്ലോ. മാത്രമല്ല ഈ കഥയിൽ ഒരു ട്വിസ്റ്റും വന്നു. ഇതിന്റെ ചാമ്പ്യൻ ആണ് നമ്മുടെ ലക്കി. നമ്മുടെ പുതിയ ബോക്സിംഗ് ചാമ്പ്യനാണ് ലക്കി. ലക്കി ഞങ്ങളുടെ ടീം മെമ്പർ ആണ്, അതുകൊണ്ട് വിന്നേഴ്സ് ഞങ്ങൾ തന്നെയാണ്. ഏയ്, പൈപ്പിന്റെ നേർക്ക് ലോലിപോപ്പ് എടുത്തെറിഞ്ഞത് ഞാനാ. അതുകൊണ്ട് വിന്നിംഗ് മൂവ് ഞങ്ങളുടേതാണ്. അപ്പൊ വിന്നർ ആരാ? ഞങ്ങൾ തന്നെ.